Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് നമ്മൾ മൈലാഞ്ചിയുടെ ഇല കൊണ്ട് ഒരു ഹെന്ന ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുൻപ് ഹെന്ന ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡർ ഉപയോഗിച്ചിട്ടാണ് പാക്ക് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് കാണിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മൈലാഞ്ചിയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു പിടി തുളസിയുടെ ഇലയും ആവശ്യമുണ്ട്. മൈലാഞ്ചിയുടെ തണ്ടും കമ്പും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഇല മാത്രം എടുക്കാം. അതല്ല നമ്മുടെ അടുത്ത് മൈലാഞ്ചിയുടെ ഇല ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈലാഞ്ചി കിട്ടുന്ന സമയത്ത് നല്ല വെയിലത്ത് വെച്ച് അത് ഉണക്കിയെടുത്ത് നമുക്ക് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. നോർമലി നമ്മുടെ ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം ഒരു 2 പിടിയെങ്കിലും മൈലാഞ്ചിയുടെ ഇല ആവശ്യമുണ്ട്. നമ്മൾ തീരെ കുറവ് ക്വാണ്ടിറ്റി മൈലാഞ്ചിയുടെ ഇല എടുക്കുകയാണെങ്കിൽ അത് അരച്ച് വരുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാകില്ല. അതാണ് 2 പിടിയെങ്കിലും വേണമെന്ന് പറയുന്നത്. നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയിലും തുളസി ഇലയിലും ഒക്കെ കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ടാകും. അത് മാറാനായിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കാം. ഡസ്റ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴുകേണ്ട ആവശ്യമില്ല. ഏതായാലും ഞാനിവിടെ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയുടെ വെള്ള ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ള മാത്രം മതി, മഞ്ഞ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം മഞ്ഞ ചേർത്താൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എഗ്ഗി സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 2 മുട്ടയുടെ വെള്ള ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട ചേർക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലമുടിക്ക് നല്ലൊരു കണ്ടീഷണർ എഫക്റ്റ് കിട്ടും ഈ മുട്ട ചേർക്കുമ്പോൾ. ഇനി നമുക്ക് മൈലാഞ്ചിയുടെ ഇലയും തുളസിയുടെ ഇലയും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഈ ഇലകളെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ ഇലകൾ അരച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിയിരിക്കുന്ന മൈലാഞ്ചിയുടെയും തുളസിയുടെയും ഇലയുടെ ഒപ്പം നമുക്ക് ഒരു തണ്ട് അലോവേറ അഥവാ കറ്റാർ വാഴ ഒന്ന് മുറിച്ചിടാം. ഈ ഒരു ഹെന്ന പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഈ കറ്റാർ വാഴ അഥവാ അലോവേറയിൽ ധാരാളമായിട്ട് ജലാംശമുള്ളതാണ്. അപ്പോൾ അതിലെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ്ചർ നല്ലൊരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് 3-4 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തലയോടിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫൊക്കെ മാറ്റിയിട്ട് പുതിയ മുടി വളരാനായിട്ട് സഹായിക്കും. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മുടെ ഹെന്ന ഹെയർ പാക്ക് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡർ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മുട്ടയും അലോവേരയൊക്കെ ചേർത്തേക്കുന്നത് കാരണമാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മൈലാഞ്ചിയുടെ ഇല അത്ര നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇത് നരച്ച മുടിയുള്ളവർക്ക് മാത്രമല്ല, ഡാൻഡ്രഫ് അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ ഉള്ളവർക്ക് തലയിലൊരു ഹെയർ പാക്കായിട്ട് മാസത്തിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചിലർക്ക് ഡൈ ഒക്കെ അലർജി ആയിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഹെയർ പാക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ജലദോഷം പെട്ടെന്ന് പിടിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം മൈലാഞ്ചിയും അലോവേറയൊക്കെ ചേർക്കുന്നത് കാരണം ഈ ഒരു ഹെയർ പാക്കിന് നല്ല തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തണുപ്പടിക്കുമ്പോൾ ജലദോഷം വരുന്നവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അല്ലാത്തവർക്ക് ഈ ഒരു ഹെയർ പാക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഏതൊരു ഹെയർ പാക്കും തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഹെയർ ഓയിൽ വെച്ച് തല നല്ലവണ്ണം മസാജ് ചെയ്യാറുണ്ട്. ചിലർ തലയിൽ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ചെറിയ ചെറിയ പാർട്ടീഷൻസ് എടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയുടെ ഓടുമ്പലും അതുപോലെ തന്നെ മുടിയിലുമൊക്കെ നല്ലവണ്ണം പറ്റുന്ന രീതിയിൽ നമുക്ക് ഹെന്ന പാക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് നോർമലി ഹെന്ന ചെയ്ത് തരാറുള്ളത് അമ്മയാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നു. സാധാരണ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാനിതൊരു ചെയ്തിട്ടില്ല. എപ്പോഴും അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഇലയും തുളസിയുടെ ഇലയും അതുപോലെ തന്നെ അലോവേറയും ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹെന്ന പൗഡർ നല്ല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കളേഴ്സും ഡൈയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. തലമുടി ഇതുപോലെ പാർട്ടീഷൻസ് എടുത്തിട്ട്
ഇങ്ങനെ മുകളിലേക്കായിട്ട് കെട്ടി നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്ത് പോകാം. ഇത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പാർട്ടീഷൻ ഇങ്ങനെ എടുത്തെടുത്ത് മുകളിലേക്ക് നോട്ട് പോലെ വെച്ചാൽ ഒരു ഹെയർ ബാൻഡ് ഇടാതെ ഇരുന്നാൽ ഇത് പൊട്ടി താഴത്തേക്ക് വീഴില്ല എന്നുള്ളത്. ഇല്ല, ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ഈ മൈലാഞ്ചി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി അവിടെ തന്നെ അങ്ങനെ ഇരുന്നോളും. മിനിറ്റ്സ് മുതൽ 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ തല വാഷ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നോർമലി ആദ്യത്തെ ദിവസം ഷാംപൂ യൂസ് ചെയ്യാറില്ല. സെക്കൻഡ് ഡേ ആണ് ഞാൻ നോർമലി ഷാംപൂ യൂസ് ചെയ്ത് കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് തലമുടി വാഷ് ചെയ്യാറുള്ളത്. ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ പാക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ദിവസം ഞാൻ അങ്ങനെ ആദ്യത്തെ ദിവസം തലയിൽ മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാറില്ല. പക്ഷേ നമ്മളിപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്ന വല്ല ഹെയർ പാക്കൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വേറെ വല്ല അഡിറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ നല്ലവണ്ണം തലമുടിയൊക്കെ വാഷ് ചെയ്ത് ഷാംപൂവും കണ്ടീഷണറും ഒക്കെ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് നമ്മുടെ മേത്തേക്കൊക്കെ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പഴയ തുണിയോ ഒരു പഴയ ഡ്രസ്സോ ഒക്കെ ഇട്ടിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേത്തേക്കൊന്നും വീഴാതെ നമുക്ക് ഹെന്ന ഇടാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മൈലാഞ്ചി എന്ന് പറയുന്നത് പെട്ടെന്ന് ചുമക്കുന്ന മൈലാഞ്ചിയാണ്. നല്ല കളറുള്ള മൈലാഞ്ചിയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് കയ്യിലൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ തന്നെ നല്ല നിറം ഉണ്ടാകും. നമുക്ക് ഒരു ബ്രഷ് നമ്മുടെ സ്ഥിരമായിട്ട് ഹെന്ന ചെയ്യുന്നവരാണെങ്കിൽ ഇതിന് വേണ്ടി ഒരു ബ്രഷ് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും ഹെന്ന ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ തലയിൽ ഹെന്ന ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 45 മിനിറ്റ്സ് തൊട്ട് 1 അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ തലമുടി വാഷ് ചെയ്യാൻ പോകുന്നത്. സാവധാനം തലമുടി ഒന്ന് പാർട്ടീഷൻസ് ഒക്കെ മാറ്റിയിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. ഈ ഒരു ഹെന്ന ഹെയർ പാക്ക് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.